ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ് വണ്ടിയാണ്. നമുക്ക് ടെസ്റ്റ് വർക്ക് അതിനോടനുബന്ധിച്ച് പെയിൻറ്റിങ് ജന സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിന് വേണ്ടിയിട്ട് അയച്ചതാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം എൻ്റെ ബോഡി പാർട്സിൻ്റെ ഭാഗം ഫുള്ളായിട്ട് അഴിച്ചിട്ട് ആ രീതിയിലാണ് പെയിൻറ്റ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് ചേസ് തുടക്കം എല്ലാ ഭാഗങ്ങളും പക്ക ക്ലിയർ ആയിട്ടാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ അഴിച്ചേക്കണത്. എൻ്റെ ബാക്കിലത്തെ സർവീസുമായി ബന്ധപ്പെട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൊട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് തന്നെ ഉള്ളത് കമ്പനി ലൈനറാണ്. ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെ കിടക്കുന്നത് കേട്ടോ. അത്യാവശ്യം പുതിയ ലൈനറാണ്. അപ്പോൾ ബ്രേക്ക് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റുമാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ചെക്ക് ചെയ്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഗിയർ ബോക്സിൽ വന്ന ഓയിൽ മാറ്റേണ്ട ടൈമാണ്. കാരണം ഞാൻ ശരിക്കും അതിൻ്റെ ലെവൽ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് മാറ്റി പുതിയ ഓയിൽ ഫില്ല് ചെയ്തിട്ട് വരും. എയർ ഫിൽറ്റർ നോക്കുമ്പോൾ പുതിയ ഫിൽറ്റർ കിടക്കണം കേട്ടോ, വലിയ പഴക്കമായിട്ടില്ല. ക്ലച്ച് സൈഡ് നോക്കുമ്പോഴായാലും ക്ലച്ചിനകത്ത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ബെൽറ്റൊക്കെ നോക്കി, ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണം, ഹോണ്ട ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. പിന്നെ അതിനകത്ത് പറഞ്ഞാൽ ഈ വേരിയേറ്റർ ബോഡിയും ബോസ്റ്റോയും ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കൈയോടെ മാറ്റി പോകണമെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ, കാരണം ഒരല്പം പ്ലേ ഉണ്ട് ഇതിനകത്ത്. പിന്നെ അതിൻ്റെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബുഷും നമുക്ക് കൂട്ടത്തിൽ കൂടെ മാറ്റേണ്ടതായിട്ട് വരും. ക്ലച്ച് യൂണിറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഗ്യാസ്കറ്റ് മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചതാണ്. അതിൻ്റെ ഈ റബ്ബർ ഗ്യാസ്കറ്റ് നമുക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തിടാം. കൂട്ടത്തിൽ കൂടെ വാൽവ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കാം. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഓയിലൊക്കെ കറക്റ്റ് ടൈമിനൊക്കെ മാറാത്തത് കൊണ്ട് തന്നെ ഇവിടെ നോക്കുമ്പോൾ അത്യാവശ്യം ചെളി പോലെ അതിൻ്റെ ഉള്ളിൽ എഞ്ചിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയാണത്. അപ്പോൾ എഞ്ചിൻ ഓയിൽ നിലവിലിനകത്ത് ഉള്ള ഓയിൽ വലിയ കുഴപ്പം തോന്നണില്ല, വലിയ കംപ്ലയിൻറ്റ് തോന്നണില്ല. അപ്പോൾ ഓയിൽ നമുക്ക് അതായാലും മതി. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇച്ചിരി മോശമാണ് എഞ്ചിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ കേട്ടോ. പിന്നെ കാർബറേറ്റർ അസംബ്ലി നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. അത് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പെയിൻറ്റിങ് കഴിഞ്ഞ് വന്ന സമയത്ത് നമ്മളൊന്ന് അഴിച്ച് അതൊന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ഈ സൈഡ് നോക്കുമ്പോൾ ഇവിടെ പെട്രോൾ ടാപ്പിൻ്റെ ഇവിടെയും ചെറിയൊരു ലീക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടാപ്പ് കൂടി നമുക്ക് കൂട്ടത്തിലൂടെ മാറ്റിയിടേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് ചേഞ്ച് ചെയ്ത് തരണം. നമുക്കപ്പോൾ പൊല്യൂഷൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സെക്ഷൻ കറക്റ്റ് ആക്കി ഇടേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബുഷുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ജസ്റ്റ് ബുഷൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ഫ്രണ്ട് മൺഗാർഡിൻ്റെ ഭാഗം ഇവിടെ ഇടിച്ചിട്ട് സൈഡ് ചിളങ്ങിയിട്ടൊക്കെ ഉണ്ട്. തന്നെയല്ല അതിൻ്റെ സ്റ്റോപ്പർ ഒരു സൈഡ് കൂടുതൽ ഒടി കാണിക്കുന്നുണ്ട്, അതിൻ്റെ സ്റ്റോപ്പർ കംപ്ലൈൻ്റ് ആയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതും വെൽഡ് ചെയ്ത് നമുക്ക് സെറ്റ് ആക്കിയിട്ട് വേണം നമുക്ക് നിലവിൽ പെയിൻറ്റിങ്ങിലേക്ക് വിടാനായിട്ട്. പിന്നെ നമുക്ക് സെൽഫൊന്നും പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല. അത് ബാറ്ററി നമുക്ക് ഡാമേജ് ആണ് അത് ഇരിക്കണം. ബാറ്ററി മാർട്ടിനേഴ്സ് പറഞ്ഞിട്ടുണ്ട്. നമുക്കതിൻ്റെ ലോഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഫുള്ള് കട്ടായി പോവാണ്. അപ്പോൾ ബാറ്ററി മാറ്റണം. കാരണം ബാറ്ററിയിലേക്ക് ശരിക്കും പറഞ്ഞാൽ ചാർജ് കയറുന്നത് ഓവർ ചാർജിങ്ങാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇരിക്കുന്ന യൂണിറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ് അത്, റെക്ടിഫയർ യൂണിറ്റ്. അപ്പോൾ റെക്ടിഫയർ യൂണിറ്റ് മാറ്റിയിട്ട് വേണം പുതിയ ബാറ്ററി വയ്ക്കാൻ. അതല്ലെങ്കിൽ എന്താ പ്രോബ്ലം വെച്ചാൽ ബാറ്ററിക്ക് ലൈഫ് കുറവായിരിക്കും. ഓവർ ചാർജിങ് വന്ന കംപ്ലയിൻറ്റ് വരും പെട്ടെന്ന് കേട്ടോ. പിന്നെ അതിൻ്റെ സ്വിച്ച് ഐറ്റംസൊക്കെ നമ്മൾ എന്തെങ്കിലും മാറ്റി പുതിയ വയ്ക്കണം. എന്തെങ്കിലും നമ്മൾ അയച്ച് സെറ്റ് ചെയ്യുമ്പോൾ ഒക്കെ പ്ലാസ്റ്റിക് ടൈപ്പ് സ്വിച്ച് ആയതുകൊണ്ട് തന്നെ അതൊക്കെ നമുക്കൊന്ന് മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. ആ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തേക്കണേ. നമ്മളതിൻ്റെ ബോഡി പാർട്സുകളൊക്കെ പെയിൻറ്റിങ്ങിന് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി അയച്ചതിനാണത്. അതിനകത്ത് നമുക്ക് ഈ സീറ്റിൻ്റെ നമ്മൾ ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ വെക്കുന്ന ബോക്സ് ഉണ്ടല്ലോ, സീറ്റ് ബോക്സ്, അതിൻ്റെ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം പൊട്ടലുണ്ട്. ഈ സൈഡൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അതല്ലെങ്കിൽ പിന്നീട് നമുക്ക് ഇത് പെയിൻറ്റ് ചെയ്ത് വെക്കണതിന് പ്രശ്നമില്ല. പക്ഷേ ഇവിടെ പൊട്ടുള്ളതുകൊണ്ട് ഫൈബർ ആയതുകൊണ്ട് തന്നെ അങ്ങനെ പൊളിഞ്ഞ് പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എസ്റ്റിമേറ്റിൽ ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോക്കിയിട്ട് പറഞ്ഞാൽ മതി, വേണ്ടി നമുക്കത് ഒഴിവാക്കാം. സീറ്റിൻ്റെ ഉള്ളിൽ വന്നതായതുകൊണ്ട് തന്നെ പിന്നീട് കംപ്ലയിൻറ്റ് വന്ന് നമ്മൾ വീണ്ടും മൊത്തം അഴിക്കണം. അതുകൊണ്ടാണ് ഞാനത് എസ്റ്റിമേറ്റിൽ കാണിച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കണേ. പിന്നെ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് ആണ്, ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നേക്കും കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കാം. ഡീറ്റെയിൽ വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ.